ഹലോ ഹായ് നമസ്കാരം കിഡ്സ് വണ്ടർ വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രസകരങ്ങളായ വീഡിയോസ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി വണ്ടർ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പണ്ട് സമൃദ്ധമായ സറാൻ രാജ്യത്തിൽ ഫാൽഡറോൺ എന്ന വിഡ്ഢിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. മുഖസ്തുതിയിൽ എളുപ്പത്തിൽ വഴങ്ങുന്നവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവ് ആയിരുന്ന മന്ത്രി വാലൻ തന്ത്രശാലിയും അതിമോഹിയുമായിരുന്നു. രഹസ്യമായി സിംഹാസനം സ്വപ്നം കണ്ടു കഴിയുക ആയിരുന്നു അയാൾ. ഒരു ദിവസം മന്ത്രി വാലൻ ഒരു പദ്ധതിയുമായി രാജാവിനെ സമീപിച്ചു. രാജാവേ, നമുക്ക് നമ്മുടെ പ്രതാപം കാണിക്കാൻ പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു മഹത്തായ കൊട്ടാരം നിർമ്മിക്കാം, അദ്ദേഹം നിർദ്ദേശിച്ചു. മഹത്വത്തിന്റെ ആശയത്താൽ അന്ധനായ ഫാൽഡറോൺ രാജാവ് ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. പദ്ധതിക്ക് ധനം ശേഖരിക്കുന്നതിനായി വലൻ ജനങ്ങളുടെ മേൽ കനത്ത നികുതി ചുമത്തി വ്യാപകമായ ദുരിതങ്ങൾ സൃഷ്ടിച്ചു. പൗരന്മാർ അസ്വസ്ഥരും നീരസവുമുള്ളവരുമായി തീർന്നു. പക്ഷേ രാജാവ് തന്റെ മന്ത്രിയുടെ പ്രശംസയിൽ മുഴുകി എല്ലാം വിസ്മരിച്ചു. അതേസമയം തന്നെ വാലൻ തന്റെ രഹസ്യ പദ്ധതി അനുസരിച്ച് ഫാൽഡറോൺ രാജാവിന് ബോധം നഷ്ടപ്പെട്ടുവെന്നും ഭരിക്കാൻ യോഗ്യനല്ലെന്നും കിംവദന്തികൾ പ്രചരിപ്പിച്ചു. ഭയവും സംശയവും രാജ്യത്തുടനീളം വ്യാപിക്കാൻ തുടങ്ങി. ഒരു രാത്രി വിദൂര ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനിയായ വൃദ്ധൻ രാജാവിനെ മുഖം കാണിക്കാൻ എത്തി. മഹാരാജാവേ, ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ജനങ്ങളിലാണ്, ആഡംബരത്തിലല്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ തന്റെ സുവർണ സ്വപ്നങ്ങളിൽ ആകൃഷ്ടനായ രാജാവ് വൃദ്ധന്റെ ഉപദേശം നിരസിച്ചു. കൊട്ടാരം പണി പൂർത്തിയാകാറായപ്പോൾ മന്ത്രി വാലൻ തന്റെ നീക്കം നടത്തി. രാജാവ് ഭ്രാന്തനാണെന്നും അട്ടിമറിക്കപ്പെടേണ്ടതാണെന്നും രാജ്യത്തെ സൈന്യത്തെയും ഉപദേശകരെയും ബോധ്യപ്പെടുത്തി അദ്ദേഹം ഒരു അട്ടിമറി നടത്തി. ചെറിയ ചെറുത്തുനിൽപ്പോടെ വാലൻ സിംഹാസനം പിടിച്ചെടുത്തു. അവൻ നിർമ്മിച്ച കൊട്ടാരത്തിൽ ഫാൽഡറോൺ രാജാവിനെ തന്നെ തടവിലാക്കി. പുതിയ രാജാവ് വാലൻ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് ഭരിച്ചു. ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ. പക്ഷേ രാജ്യം പെട്ടെന്ന് നാശത്തിലേക്ക് വീണു. വിളകൾ നശിച്ചു, വ്യാപാരം കുറഞ്ഞു. ഒരിക്കൽ സമ്പന്നമായിരുന്ന സരൻ അതിന്റെ മുൻകാല സ്വത്വത്തിന്റെ നിഴലായി. തന്റെ സുവർണ ജയിലിൽ സ്ഥാനഭ്രഷ്ടനായ ഫാൽഡറോൺ രാജാവ് തന്റെ വിഡ്ഢിത്തം തിരിച്ചറിഞ്ഞു. തന്റെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിയുടെ യഥാർത്ഥ മൂല്യവും ഒരു ക്ഷേമ രാജ്യത്തിന്റെ ശക്തിയും അദ്ദേഹം മനസ്സിലാക്കി. വൃദ്ധന്റെ വാക്കുകൾ രാജാവിന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ജനങ്ങളിലാണ്, ആഡംബരത്തിലല്ല. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ നേതൃത്വം വ്യക്തിപരമായ മഹത്വത്തേക്കാൾ ജനങ്ങളുടെ ക്ഷേമത്തെ വിലമതിക്കണം. ഭരണാധികാരികളുടെ അത്യാഗ്രഹവും അതിമോഹവും അനിയന്ത്രിതമായാൽ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ പോലും തകർച്ചയിലേക്ക് അത് നയിച്ചേക്കാം.